പത്രത്തിലൂടെ ഒരു വാർത്ത വരാതിരിക്കാൻ വേണ്ടി പറയുകയാ. അള്ളാന്റെ റസൂല് പറഞ്ഞ മുഴുവൻ ഹദീസുകളും നെഞ്ചിലോട് ചേർത്ത് വെച്ചുകൊണ്ട് ഉമ്മയെ സ്നേഹിച്ചു പോലെ മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു തആല അൻഹു അന്നഹു കാന യസ്നഉ ഖദ്ദഹു അലൽ അർളി, തന്റെ കവിള് കൊണ്ടുവന്ന് ഭൂമിയിൽ വെക്കുകയാണ്. തന്റെ കവിള് കൊണ്ടുവന്ന് ഭൂമിയുടെ മുകളിൽ വെക്കുകയാ. സുമ്മയഖൂലു ഉമ്മിഹി, പിന്നെ വീട്ടിന്റെ അകത്തിരിക്കുന്ന ഉമ്മയെ വിളിക്കുകയാണ്. പന്തല്ലൂരിലെ ചെറുപ്പക്കാരാ പഠിച്ചുകൊള്ളുക. ഒരു പെണ്ണ് കെട്ടിയപ്പോ ഉമ്മയെ വെറുത്തവരെ പഠിച്ചുകൊള്ളുക. ഒരു കൊട്ടാരം കെട്ടിയപ്പോ ഉമ്മാരെ ചവിട്ടി ഇറക്കിയവരെ പഠിച്ചുകൊള്ളുക. അധികാരവും പവറും വന്നപ്പോ ഉമ്മാരെ മറന്നു പോയവരെ പഠിച്ചുകൊള്ളുക. മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു വീടിന്റെ മുറ്റത്ത് വന്നിട്ട് അന്നഹു യസ്നഉ ഖദ്ദഹു അലൽ അർളി, ഭൂമിയുടെ മുകൾ ഭാഗത്തേക്ക് തന്റെ കവിളങ്ങോട്ട് ചേർത്ത് വെക്കുകയാ. സുമ്മയഖൂലു ഉമ്മിഹി, പിന്നെ വീട്ടിന്റെ അകത്തിരിക്കുന്ന ഉമ്മയോട് പറയുകയാ, യാ ഉമ്മീ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഖൂമി, അവിടെ എഴുന്നേൽക്കണം ഉമ്മ. ഫസ്നഈ ഖദമികി അലാ ഖദ്ദീ, ഉമ്മ നിങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി വരിക. എന്നിട്ട് കാൽപ്പാറൻ കൊണ്ട് എന്റെ കവിളത്തൊന്ന് ചവിട്ടണേ ഉമ്മ. മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുന്ന കണ്ടോ. വീടിന്റെ മുറ്റത്തിറങ്ങിക്കിടന്നിട്ട് കവിളിന്റെ ഒരു ഭാഗം മണ്ണിലോട് ചേർത്ത് വെച്ചിട്ട് വീട്ടിന്റെ കത്ത് നിൽക്കുന്ന ഉമ്മയെ വിളിക്കുകയാണ്. എന്റെ ഉമ്മ ഒന്നിറങ്ങി വരണേ. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഫസ്നഈ ഖദമകി അലാ ഖദ്ദീ, എന്റെ കവിളിലേക്കുമ്മ നിങ്ങളുടെ കാൽപ്പാറം കൊണ്ടുണ്ട് ചവിട്ടണേ ഉമ്മ. തുല്യതയില്ലാത്ത മാതൃസ്നേഹമാണ് ചെറുപ്പക്കാരാണ്. ഇന്നുമ്മയാണോ ചവിട്ടുന്നത്, മക്കളല്ലേ ചവിട്ടുന്നത്? 15 വയസ്സുള്ളവൻ വീട്ടിന്റെ അകപ്പെട്ടുമ്മായ പൊട്ടിക്കളിക്കുന്ന കാലഘട്ടമാണ്. 20 വയസ്സുള്ളവർ ഉമ്മയെ കൊണ്ട് ബാത്റൂം കഴുകിക്കുന്ന കാലഘട്ടമാണ്. 22 വയസ്സുള്ളവർ പ്രിയപ്പെട്ട ഭാര്യയോടൊപ്പം യാത്ര പോകാൻ നിൽക്കുമ്പോ വീട്ടിന്റെ അകത്തുമ്മയോട് വാക്ക് ചോദിക്കാതെ ഇറങ്ങിപ്പോകുന്നു. നിന്നെ പോറ്റി വളർത്തിയ, നിനക്ക് വേണ്ടി കട്ടപ്പെട്ട, നിനക്ക് വേണ്ടി കണ്ണീരൊടുക്കിയ പ്രിയപ്പെട്ട ഉമ്മയരാ, നിന്റെ നന്ദികേട് ഓർത്തുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. ആ ഒരവസ്ഥ വരല്ല പോരെ, ആ ഒരു രംഗം പറല്ല പോരെ. 8 വർഷം മുമ്പ് പത്രത്തിലൂടെ വന്ന വാർത്ത നിങ്ങൾ വായിച്ചിരിക്കുമല്ലോ. ചെറുപ്പത്തിൽ ഉപ്പ മരിച്ചുപോലെ പ്രിയപ്പെട്ട കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരികയാണ്. എന്റെ മോനെവിടെയും തോക്കാൻ പാടില്ല, എന്റെ മോനെവിടെയും പരാജയപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വാപ്പയില്ലാത്ത സങ്കടമറിയിക്കാറ് പൊന്നുമോനെ വളർത്തിക്കൊണ്ടുവരികയാണ്. ഉമ്മ, നിങ്ങളുടെ സ്നേഹത്തിന് പകരം വെക്കാ ഞങ്ങളുടെ കയ്യിൽ തരാനൊന്നുമില്ല ഉമ്മ. ഒരു 100 ദിവസം ഇതുപോലെ നിന്ന് പറഞ്ഞാൽ ഔഷാറുവാക്കളിക്ക് ഉമ്മയെ കുറിച്ച് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഒരു 100 കോടി ദിവസം നിങ്ങൾ പ്രഭാഷണം വെച്ചാൽ ഉമ്മയെ കുറിച്ച് തന്നെ പറയാൻ ഞാൻ ഒരുക്കമാണ്. അത്രത്തോളം സ്നേഹം നിങ്ങൾക്ക് മാത്രമല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. മക്കളെത്ര ചെയ്താലും തിരിച്ചു മുത്തം കൊടുക്കുന്ന ഉമ്മ, മക്കളെ ചവിട്ടുന്ന കാലിൽ തടവിക്കൊടുക്കുന്ന ഉമ്മ, കഴുത്തെടുക്കാൻ വരുന്ന മക്കളെ പിടിച്ച് വാരിപ്പിടരുന്ന ഉമ്മ. 8 വർഷം മുമ്പ് കേരളം ഞെട്ടിപ്പോല ഒരു പത്രവാർത്തയാണ്. ഉമ്മാക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയപ്പോ മനസ്സിൽ തട്ടിപ്പോറ സങ്കടത്തിന്റെ കനൽക്കട്ടയാണ്. ഉപ്പ മരിച്ചുപോയപ്പോ തന്റെ പൊന്നുപോന് വേണ്ടി എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്ത്, എല്ലാ വിദ്യാഭ്യാസത്തിന്റെ വിജയത്തിന്റെ വടികളും കൊടുത്ത് സുബ്ഹാനല്ലാഹ് ആ പൊന്നുപോനെ എഞ്ചിനീയറാക്കുകയാണ്. വിരലുകൾ കൊണ്ട് വിവര സാങ്കേതിക വിദ്യയിൽ വിസ്മയം സൃഷ്ടിച്ചു പോലെ പൊന്നുപോന് വളർന്നു വന്നപ്പോ ബിസിയാണ്, പിന്നെ തിരക്കാണ്, പിന്നെ സമയമില്ല. അമേരിക്കയിലതാ തിരിച്ചു വരുന്ന, ഇവിടെ ഇറ്റലിയിലേക്ക് പോകുന്നു, ഈജിപ്തിലേക്ക് പോകുന്നു, ഇംഗ്ലണ്ടിലേക്ക് പോകുന്ന, രാജ്യം മുഴുവനും കറങ്ങുകയാ. വിവര സാങ്കേതിക വിദ്യകൾ കൊണ്ട് വിസ്മയം തീർത്തു പോരാ എഞ്ചിനീയറായ പൊന്നുപോൽ ഒരു ദിവസം രാത്രിയിൽ തളർന്ന് വീട്ടിൽ വരുമ്പോ തന്റെ മാറാവ് ഉണ്ടാക്കി കൊടുത്ത കറിക്ക് രുചി പോരെന്ന് പറഞ്ഞ് ആ മാറാവിന്റെ ചുവരിൽ തലപിടിച്ചിട്ട് ഇടിച്ചു കൊന്നു കളഞ്ഞ ഈ കേരളത്തിന്റെ ശാപമല്ലേ ചെറുപ്പക്കാരാ? അറിയാതെ സംഭവിച്ചതായിരിക്കാം.
പെട്ടെന്നൊരു ശരം പറ്റിപ്പോയതായിരിക്കാം. പൊറുക്കാൻ പറ്റുമോ പൊന്നുപോരെ? നീ എത്ര വിദ്യാഭ്യാസം നേടിയെങ്കിൽ എന്താ? മക്കളെ മദ്രസയിൽ വിടാൻ മടികാണിക്കുന്ന ഉമ്മമാര് പഠിച്ചോ? 5ാം ക്ലാസ് വരെ പഠിക്കുമ്പോ പൂർത്തിയായെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ഉമ്മമാര് പഠിച്ചോ? ലോകത്ത് ഉമ്മയെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരേ ഒരു പ്രത്യയശാസ്ത്രം ഇസ്ലാമാണ് പ്രിയപ്പെട്ടവര്. മദ്രസയുടെ സിലബസിൽ മാത്രമുള്ള പാഠ്യപദ്ധതിയാണ് ഉമ്മയാരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന മദ്രസ. ഉമ്മയുടെ മുന്നിലൂടെ അഹങ്കാരത്തോടെ നടക്കരുതെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന മദ്രസ. അവര് പ്രായാധിക്യം വന്ന് കിടക്കുമ്പോ അവരെ മുഖത്ത് നോക്കിയിട്ട് എന്ന ഒരു വാക്കുപോലും പറയരുത് എന്ന് ലോകത്ത് എവിടെയെങ്കിലും പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ നിന്റെ മക്കളെ മതിയാകിപ്പിച്ച മദ്രസയോ, നീ പോണ്ടെന്ന് പറഞ്ഞ മദ്രസയിലാ. ഉമ്മ നിന്റെ മോളെ ഡോക്ടറാക്കിക്കോ, വക്കീലാക്കിക്കോ, എഞ്ചിനീയറാക്കിക്കോ, എത്ര പുരോഗതിയിലേക്ക് നിന്റെ മക്കളെത്തട്ടെ. പക്ഷേ നിന്നെ തിരിച്ചറിയാ പഠിപ്പിക്കുന്ന മദ്രസയിൽ നിന്ന് പടിയിറക്കല്ല മോളെ. ആ ഒരു രംഗത്തിലേക്ക് എന്റെ സമുദായത്തിന്റെ ചുണക്കുട്ടന്മാര് വന്നു പോകാതിരിക്കാൻ പറയുകയാണ്. മുഹമ്മദിനെ മുൻകതിറങ്ങിയല്ലാഹുന്ന് കവിള് കൊണ്ട് വെച്ചിട്ട് ആ കവിളിന്റെ മുഖത്തെ കുമ്മയെ വിളിച്ചിറക്കിയിട്ട് ചവിട്ടാൻ പറയുകയാണ്. ഉമ്മ അവിടുത്തെ കാൽപ്പാദം കൊണ്ടുവന്ന് എന്റെ കവിളൊന്ന് ചവിട്ടുമോ? അല്ലാഹു തആല ഉമ്മയുടെ പൊരുത്തം നമുക്ക് തരട്ടെ, ഉമ്മയുടെ ഗുരുത്വം നമുക്ക് തരട്ടെ.